ഉപ്പുതറ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ പഞ്ചായത്തിൽ മേറ്റുമാരുടെയും തിരഞ്ഞെടുത്ത തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ഗ്രാമസഭയാണ് സംഘടിപ്പിച്ചത്. പുതിയതായി ഏറ്റെടുക്കേണ്ട പദ്ധതികൾ വിശദീകരിക്കുന്നതിനും പദ്ധതി വിജയകരമായി നടത്തുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് ഗ്രാമസഭ സംഘടിപ്പിച്ചത്. തൊഴിലുറപ്പ് കൂലിയും തൊഴിലുറപ്പ് ദിനവും 100 നിന്ന് 125 ആക്കി കേന്ദ്ര സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. അതിനാൽ തൊഴിലാളികളുടെ ഉത്തരവാദിത്വവും വർദ്ധിച്ചു. ഇക്കാര്യങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ മനസ്സിലാക്കിക്കാനാണ് ഗ്രാമസഭ സംഘടിപ്പിച്ചത്. ഗ്രാമസഭയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ നിർവഹിച്ചു. കൂടുതലും ഈ തൊഴിലുറപ്പിനെ ആശ്രയിച്ച് അവരുടെ ഒരു മണ്ണിനും അതുപോലെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോകുന്നത്. അതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ള ഒരു ആശങ്ക ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി കൊണ്ട് നമുക്ക് എങ്ങനെയാണെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ജോലി ഏറ്റെടുക്കേണ്ട എന്തൊക്കെ പ്രവൃത്തിയാണെങ്കിലും നമുക്ക് ഏറ്റെടുക്കാൻ പഞ്ചായത്തിന് അത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. എല്ലാവരുടെയും സഹകരണത്തോടെ നമുക്ക് ഇപ്പം പറഞ്ഞിരിക്കുന്നത് 125 തൊഴിലിന് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു ഫണ്ട് പോലും ഒട്ടും കളയാതെ നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിനും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ICDS സൂപ്പർവൈസർ ടീന ജോയ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമസഭയിൽ ഉപ്പുതറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണി രൂപേഷ് മുഖ്യ പ്രഭാഷണം നടത്തി. കട്ടമന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് കൂർമ്പ്രം, ഓമന സഹോദരൻ, സെക്രട്ടറി ഇൻചാർജ് S. സുബിൻ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, തൊഴിലുറപ്പ് മേറ്റുമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.